നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ആ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഏകദേശ രൂപം അല്ലെങ്കിൽ ഒരു പ്രാരംഭ മാർഗരേഖ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ IAS മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ പരിഷ്കാരം കൊണ്ടുവരുവാൻ പോകുന്നത് കഴിഞ്ഞ വർഷം മാത്രമായി ശബരിമലയിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന അയ്യപ്പ സംഗമം എന്ന ആഭാസ കെട്ടുകാഴ്ച ദേവസ്വം ബോർഡ് ഉപേക്ഷിക്കുകയാണ്. അതിന് കെ ജയകുമാർ നൽകിയ വിശദീകരണം വളരെ രസകരമാണ്. ഒരു കൗതുകകരമെന്നുള്ളത് മാത്രമല്ല, വളരെ പ്രസക്തവുമാണ് ശബരിമലയെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞ കാര്യം, അയ്യപ്പന് പ്രശസ്തിയുടെ ആവശ്യമില്ല. അയ്യപ്പൻ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ദൈവമാണ്. ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഗോഡ്സ് എന്നാണ് കെ ജയകുമാർ സാറിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, അദ്ദേഹം ദേവസ്വം ബോർഡ് ഇനി ശബരിമലയിൽ നടപ്പാക്കുവാൻ പോകുന്ന ചില പദ്ധതികളും പറഞ്ഞു. ഇപ്പോൾ അവിടെ ഭക്തർക്ക് താമസിക്കുവാനുള്ള എല്ലാ മുറികളുടെയും ബുക്കിംഗ് ഓൺലൈൻ വഴി ലഭ്യമല്ല. അത് എല്ലാ മുറികളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക, ഓൺലൈൻ വഴി മാത്രമേ ബുക്ക് ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ള ഒരു പരിഷ്കാരം അവിടെ കൊണ്ടുവരും. ഒപ്പം ശബരിമലയിൽ തീർത്ഥക്കുളം നിർമ്മിക്കും തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർത്ഥക്കുളത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ആചാരപരമായി നിലനിൽക്കുന്നു. അത് ആചാര സംബന്ധിയായുള്ള തീരുമാനമെടുക്കുവാൻ അർഹതയുള്ളവർ പറഞ്ഞു തീർക്കട്ടെ. അതിന് ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഓട്ടപ്രദക്ഷിണത്തിന് കെ ജയകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോട് ഇന്നോളമുള്ള തൻ്റെ കർമ്മപഥത്തിൽ എവിടെയും ഒരു കളങ്കം പോലും ഏൽക്കാതെ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുള്ള IASകാരനോട്, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനോട് ഒരു അപേക്ഷയാണ് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. ആ അപേക്ഷ ഇപ്പോൾ നടത്തുന്ന പരിഷ്കാരത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ചരിത്രത്തിൻ്റെ തിരിച്ചുപിടിക്കൽ കൂടി ശബരിമലയിൽ ചെയ്താൽ നന്നായിരിക്കും. തീർച്ചയായും ചെയ്യണം എന്നുള്ള അപേക്ഷയാണ് ഓട്ടപ്രദക്ഷിണത്തിന് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. അത് വാവരെ കൂടി കൈവിട്ട് അയ്യപ്പ സംഗമം എന്ന വൃത്തികേടിനെ എങ്ങനെ കൈവിട്ടോ, വാവർ എന്ന കള്ളക്കഥയെ കൈവിട്ട് വാപുരസ്വാമി എന്ന സത്യത്തെ ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുവരണം. വാവർ എന്ന സങ്കല്പം, വാവര് പള്ളി, ശബരിമലയുടെ ആചാരങ്ങളോ ശബരിമലയിലെ പ്രതിഷ്ഠയോടോ അയ്യപ്പസ്വാമിയോടോ യാതൊരു ബന്ധവുമില്ലാത്തൊരു കഥാപാത്രമാണ്. ആധുനിക കാലത്ത് മാത്രം ആരുടെയോ ഭാവനയിൽ ഉദിച്ച ഒരു കള്ളത്തരമാണ്, ഒരു വ്യാപാര തന്ത്രം മാത്രമാണ്. വാപുരസ്വാമി എന്നുള്ളത് അയ്യപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ വലിയൊരു സത്യമാണ്. വാപുരസ്വാമിയുടെ ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ, മഹിഷിയുമായി യുദ്ധത്തിന് പോകുന്ന അയ്യപ്പനെ മഹിഷിയുടെ അസുരസൈന്യം വളഞ്ഞപ്പോൾ ശിവൻ തൻ്റെ അംശമായ വാപുരനെ അയ്യപ്പൻ്റെ സഹായത്തിനായി അയക്കുകയും വാപുരൻ അസുരസൈന്യത്തോട് യുദ്ധം ചെയ്ത് അവരെയെല്ലാം വധിക്കുകയും തുടർന്ന് അയ്യപ്പൻ്റെ ഒരു അംഗരക്ഷകൻ എന്നുള്ള രീതിയിൽ തന്നെ ശബരിമലയിൽ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ആ ചരിത്രം. അങ്ങനെയുള്ള വാപുരസ്വാമി എപ്പോഴാണ് വാവരസ്വാമിയായി മാറിയത്? എന്ത് സ്വാമി? വാവർക്കെന്ത് സ്വാമി എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു രേഖയും നിലവിലില്ല. ഒരു പള്ളി അവിടെയുണ്ട്, എരുമേലിപ്പേട്ട തുള്ളി. ആ പള്ളിയിൽ കയറണം. അവിടെ എഴുതി വച്ചിരിക്കുന്ന അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള എഴുത്തിന് താഴെ കൂടെ പോയി അവിടുത്തെ മൗലവിമാരോ മുല്ലാക്കമാരോ തരുന്ന ഭസ്മം ഇരുകൈയും നീട്ടി ഇങ്ങനെ വാങ്ങണം തുടങ്ങിയ ആചാരങ്ങളൊന്നും ശബരിമല തീർത്ഥയാത്രയിൽ ഉൾപ്പെടുന്നതേ അല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ അതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കുമെന്നുള്ള അപേക്ഷ തീർത്ഥാടകരോടും അയ്യപ്പ ഭക്തരോടുമുണ്ട്. അതോടൊപ്പം തന്നെ കെ ജയകുമാർ സാറിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനോട് ഓട്ടപ്രദക്ഷിണത്തിന് അപേക്ഷിക്കുവാനുള്ളത്, വാപുരസ്വാമിയെ നിങ്ങൾ ആ പള്ളി എവിടുന്ന് പൊളിച്ചു മാറ്റണമെന്നോ അല്ലെങ്കിൽ ആ പള്ളി ഇല്ലാതാക്കണമെന്നോ എന്നും പറയുന്നില്ല. കാരണം ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അത് സാധ്യമല്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി അറിയാം. എല്ലാവർക്കും, സാമാന്യബോധമുള്ള ആർക്കും ഉത്തമ ബോധ്യം വരേണ്ടൊരു സത്യമാണത്. എന്നാൽ വാപുരസ്വാമിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, വാപുരസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ കാണാനില്ല, ആരെടുത്തുകൊണ്ടുപോയി അത് അന്വേഷിക്കണം. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഭക്തരെ സംബന്ധിച്ച്, അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു പ്രതിഷ്ഠയാണ് വാപുരസ്വാമിയുടേത്. വാപുരനെ തിരിച്ചു കൊണ്ടുവരിക, വാവരെ കൈവിടുക. വാവരുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി തന്നെ പ്രേക്ഷകരോട് പറയാം. വാവർ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, വാപുരസ്വാമിയുടെ ചരിത്രം. രണ്ടാമത്തൊരു വസ്തുത കൂടിയുണ്ട് ഈ ഒരു വിശ്വാസത്തിന് ബലമേകുന്ന തരത്തിൽ. ആ വസ്തുത വളരെ ലളിതമാണ്. കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ അവതരിച്ച
സ്വാമി അയ്യപ്പനും 1400 വർഷങ്ങളുടെ മാത്രം പഴക്കമുള്ളൊരു മതത്തിൽപ്പെട്ട വാവരും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടാകും? ഈ മതമുണ്ട്, വാവർ ഏത് മതത്തിൽ നിന്നാണോ വരുന്നത് ആ മതം ഉണ്ടാകുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പസ്വാമി ശബരിമലയിൽ സ്വയം പ്രതിഷ്ഠിച്ച് ധ്യാനത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. എവിടെ വാവർ? എന്ത് വാവർ? കടൽ കൊള്ളക്കാരൻ വാവരോ? അതോ അയ്യപ്പനുമായി യുദ്ധം ചെയ്ത പന്തളൻ രാജ്യത്തെ ആക്രമിച്ചിരുന്ന കൊള്ളക്കാരനോ? ഇതൊന്നും വാവരല്ല. വാവുരസ്വാമി എന്നുള്ളത് കൊള്ളക്കാരനുമല്ല, കള്ളനുമല്ല, കാട്ടറബിയുമല്ല. വാവുരസ്വാമി ഭഗവാൻ മഹാദേവൻ്റെ അംശമാണ്. ആ വാവുരസ്വാമിയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അയ്യപ്പ ഭക്തന്മാരുടെ ഒരാഗ്രഹമാണ്. അത് ആചാരാനുഷ്ഠാനങ്ങളോട് കെ ജയകുമാർ സാറിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്, ഞാൻ പറഞ്ഞല്ലോ, കർമ്മപദത്തിൽ ഒരിടത്ത് പോലും കളങ്കത്തിൻ്റെ ഒരു ചെറുപാട് പോലും വീഴാത്തൊരു ഉദ്യോഗസ്ഥന് അയ്യപ്പസ്വാമിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നിവേദ്യമോ വഴിപാടോ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നു. തന്നെയുമല്ല, ചില ചരിത്രങ്ങൾ ഇത്തരത്തിൽ തമസ്കരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ പൈതൃകത്തെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്താമെങ്കിൽ ആരുടെയെങ്കിലും പിതാവിനെ മാറ്റി ആ പിതാവിൻ്റെ സ്ഥാനത്തൊരു ബാപ്പയാക്കി ഇതാണ് നിൻ്റെ ഒറിജിനൽ ബയോളജിക്കൽ ഫാദർ എന്ന് വിശ്വസിപ്പിച്ച് തലമുറകൾ അങ്ങനെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോവുക. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉദാഹരണത്തിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാജ ഗാന്ധി കുടുംബം ഫിറോസ് ഖാനിൽ നിന്ന് ഉദ്ഭവിച്ച് താഴേക്ക് വന്നല്ലോ, എന്നാൽ തങ്ങൾ ഗാന്ധിമാരാണ് എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നത് പോലെ ഫിറോസ് ഖാനാണ് ഒറിജിനൽ, ഗാന്ധി വ്യാജനാണ്, ഇപ്പോഴത്തെ ഗാന്ധി വ്യാജനാണ്. അതുപോലെ ഫിറോസ് ഖാനും വാവുരസ്വാമിയുമായിട്ട് താരതമ്യമൊന്നുമില്ല, എന്നാലും ഒരു സമാനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപമ പറയുവാൻ വേണ്ടി ആധുനിക കാലത്ത് പലർക്കും പരിചിതമായൊരു കുടുംബചരിത്രം പറഞ്ഞു എന്ന് മാത്രം. വാവുരസ്വാമിയാണ് യാഥാർത്ഥ്യം. വാവർ കെട്ടുകഥയാണ്. അതുകൊണ്ട് ആ കെട്ടുകഥയെ കൈവിട്ട് അയ്യപ്പ സംഗമത്തിനൊപ്പം തന്നെ ഈ കെട്ടുകഥയും എടുത്ത് പമ്പയാറ്റിൽ നിമജ്ജനം ചെയ്ത് വാവുരസ്വാമിയെ തിരിച്ച് എല്ലാ ആചാരങ്ങളോടുകൂടിയും അനുഷ്ഠാനങ്ങളോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പ്രതിഷ്ഠിക്കുക, തിരികെ കൊണ്ടുവന്ന്. അയ്യപ്പൻ്റെ അംഗരക്ഷകനാണ് വാവുരസ്വാമി, ഭക്തരുടെയും കാവൽക്കാരനാണ്, തന്നെയുമല്ല മഹാദേവൻ്റെ അംശവുമാണ്. അതുകൊണ്ട് തന്നെ വാവുരസ്വാമി ശബരിമലയിൽ തിരികെ എത്തേണ്ടത് ഹിന്ദുത്വത്തിൻ്റെ ആവശ്യമാണ്, ഹിന്ദു മതത്തിൻ്റെ ആവശ്യമാണ്, ശബരിമലയുടെ ആവശ്യമാണ്. വാവര് പള്ളിയിലെ ഭക്തജന പ്രവാഹം ആചാരമായി കരുതി ആ പള്ളിയിൽ കയറി ഇറങ്ങി അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന തത്വത്തിൽ അംഗീകരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പ്രവാഹം ആ പള്ളിയിലേക്കുള്ളത് നിലയ്ക്കേണ്ടതും കാലത്തിൻ്റെ ആവശ്യമാണ്. അതിനുള്ളൊരു തുടക്കം സാധിക്കുമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ കെ ജയകുമാർ സാർ നടത്തുക. ആ തുടക്കം അങ്ങ് തുടങ്ങിയിടുന്ന അങ്ങേക്കൊരു പക്ഷേ ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും, അങ്ങേക്ക് സ്ഥാനചലനം സംഭവിക്കാം. പക്ഷേ അങ്ങേപ്പോലൊരു പ്രഗത്ഭനായ കളങ്കരഹിതനായ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു ഉദ്യമം കയ്യിലെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉദ്യമവുമായി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഈ പൈതൃകം തിരികെ പിടിക്കുവാൻ അർഹതയുള്ള ആളുകൾ തീർച്ചയായും മുന്നോട്ട് വരും. അങ്ങയുടെ പിന്നിൽ അഭിമാനത്തോടു കൂടി അണിനിരക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. കളങ്കമില്ലാത്ത കർമ്മപഥത്തിൻ്റെ ഉടമയാണ് കെ ജയകുമാർ എങ്കിൽ പോലും അദ്ദേഹം എല്ലാ കാലത്തും ഏത് സർക്കാരിൻ്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത് ആ സർക്കാരിനോട് പരിപൂർണ വിശ്വാസ്യത പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ സർക്കാർ തെറ്റായൊരു തീരുമാനം അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന ഒരു വിഭാഗത്തിലൂടെ തെറ്റായൊരു തീരുമാനം നടപ്പാക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുകയോ, ശരിയായൊരു തീരുമാനം നടപ്പാക്കാതിരിക്കുകയോ, കൈക്കൂലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തിരിമറികൾ നടത്തുകയോ പണസംബന്ധമായിട്ടുള്ള തിരിമറികൾ നടത്തുകയോ ചെയ്താൽ ഈ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം വിശ്വാസ്യത പുലർത്തുന്ന സർക്കാരിനോട് എങ്ങനെ പെരുമാറുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല, അല്ലെങ്കിൽ ഒരു അനുഭവവും എനിക്ക് വ്യക്തിപരമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഉദ്യമം സധൈര്യം സർക്കാരിനെ എതിർത്തിട്ട് പോലും, കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയും ഭാഗികമായ നിയന്ത്രണത്തിലുള്ള മറ്റ് മന്ത്രിമാരും ഭരിക്കുന്ന ഈ കേരളത്തിൽ എതിർപ്പുകളുണ്ടാകും. ഭരണതലത്തിൽ നിന്ന് തന്നെ എതിർപ്പുകളുണ്ടാകും. പക്ഷേ കെ ജയകുമാർ സാറിനെ പോലെ ഒരാൾ ഈ അയ്യപ്പ സംഗമം എടുത്ത് പമ്പയിൽ നിമജ്ജനം ചെയ്യാൻ തീരുമാനിച്ചതുപോലെ വാവരെയും എടുത്ത് പമ്പയിൽ നിമജ്ജനം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമാകും. ആ തീരുമാനം
ചരിത്രമാകുമെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പൈതൃകത്തെ, കേരളത്തിൻ്റെ സംസ്കാരത്തെ, കേരളത്തിൻ്റെ ഒരു ഇതിഹാസത്തെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു തുടക്കവുമാകും അത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം കെ ജയകുമാർ സാർ കാണുമെന്നുള്ള എല്ലാ ദിവസവും അദ്ദേഹം ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണുന്നൊരു പരിപാടിയാണ് ഓട്ടപ്രദക്ഷിണമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ ഈ വീഡിയോ പ്രേക്ഷകർ കഴിയുമെങ്കിൽ പരമാവധി ആളുകളോട് ഷെയർ ചെയ്യുക, ആളുകളുമായി ഷെയർ ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് വേണ്ടിയിട്ടാണത്. അങ്ങനെ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അദ്ദേഹം ഇത് കാണുവാനുള്ള ഈ സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രേക്ഷകരോട് ഇന്ന് എനിക്ക് പ്രത്യേകമായി മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു അപേക്ഷ. കെ ജയകുമാർ സാറിനോട് എന്തപേക്ഷയാണ് മുന്നോട്ട് വയ്ക്കുവാനുള്ളതെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായ വാപുരനും കെട്ടുകഥയായ കള്ളക്കഥയായ വാപുരും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വാപുരസ്വാമി തിരിച്ചു വരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.